ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ്. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. 2 കപ്പ് ശർക്കരയ്ക്ക് 1.5 കപ്പ് വെള്ളം എടുത്തിട്ട് ശർക്കരപ്പാനി തയ്യാറാക്കുക. ശർക്കരയിൽ ഒരുപാട് കല്ലുണ്ടാകും, അത് നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കണം. 2 കപ്പ് വറുത്ത പത്തിരിപ്പൊടിയിൽ 1/2 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ എള്ളും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇടുക. 6 ചെറിയ പഴം മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 ഏലക്കയും ഇതിലേക്കിടുക. അല്പം റവ ഇട്ട ശേഷം അരച്ചു വെച്ച പഴവും ശർക്കര പാനിയും കൂടെ ചേർത്ത് ഇതിലേക്ക് മിക്സ് ചെയ്ത് നന്നായി എടുക്കുക. മിക്സ് ചെയ്യുമ്പം ലംസ് ഒന്നും ഇല്ലാതെ ശ്രദ്ധിക്കണം. മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി ഉപയോഗിക്കുന്നതിലും കുഴപ്പമില്ല. മാവ് കുറച്ച് സോഫ്റ്റായി കിട്ടാനാണ് നമ്മൾ മൈദപ്പൊടി ഉപയോഗിക്കുന്നത്. അല്പം സമയമെടുത്ത് നന്നായി കുഴച്ചെടുക്കുക. ഉണ്ണിയപ്പത്തിൻ്റെ മാവ് നെയ്യപ്പത്തിൻ്റെ മാവിനെ അപേക്ഷിച്ച് അല്പം ലൂസായിട്ടാണ് ഇരിക്കുക. ഇപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി റെഡി ആയിട്ടുണ്ട്. അല്പം തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തെടുത്തതിന് ശേഷം മാവിലിട്ട് മിക്സ് ചെയ്യുക. ഈ സമയം തന്നെ ഉണ്ണിയപ്പത്തിൻ്റെ അച്ച് എടുത്ത് ചൂടാക്കാൻ വെക്കുക. ഇതിൽ എണ്ണയൊഴിച്ച് എണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം മാവ് അല്പാൽപമായിട്ട് ഒഴിച്ചു കൊടുക്കുക. വീട്ടിൽ പോയി താമസിച്ച് തിരിച്ചു വരുമ്പോൾ അമ്മ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിത്തരും. ഇപ്രാവശ്യം ഉണ്ടാക്കി തന്നത് ഉണ്ണിയപ്പമാണ്. അമ്മമാരുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിനും പലഹാരത്തിനും ഒക്കെ ഒരു പ്രത്യേക സ്വാദായിരിക്കും. ആ സ്വാദ് തിരിച്ചറിയാൻ നമ്മളൊരു കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ സ്വന്തമായിട്ടൊക്കെ കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും അമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണത്തെപ്പറ്റി നമ്മൾ മിസ് ചെയ്യുക. ഉണ്ണിയപ്പം പകുതി വേവാകുമ്പോൾ ഇങ്ങനെ മറച്ചിട്ട് കൊടുക്കുക. 2 സൈഡും നന്നായിട്ട് വേവുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ ഉണ്ണിയപ്പം എൻ്റെ അമ്മ തയ്യാറാക്കി തന്നിട്ടുണ്ട്.